വീടിൻ്റെ അടുത്തുള്ള ഒരു വീടാണ് കേട്ടോ. ശുഭചേച്ചിയാണ് ഇതെല്ലാം ഇങ്ങനെ നട്ടു വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്, കുറേ പഴയ പ്ലാന്റ്സും കുറേ പുതിയ പ്ലാന്റ്സും ആയിട്ട് ധാരാളം പ്ലാന്റ്സ് ഉണ്ട്. അപ്പം പൂക്കളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ കേട്ടോ. ഇതാ ശംഖുപുഷ്പമാണ്, അടുക്ക് ശംഖുപുഷ്പമാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ശംഖുപുഷ്പം. അതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ധാരാളം പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഇതാ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. റോസും അങ്ങനെയൊക്കെ ഇതാ ചെമ്പരത്തി കണ്ടോ, വലിയ പൂക്കളൊക്കെയാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതുപോലെ ഇതാ ഇവിടെ ഒത്തിരി പ്ലാന്റ്സ്, അതായത് ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. റെഡ് കളർ ജെറബ്രയാണ് കേട്ടോ, അത് നല്ല ഭംഗിയായിട്ട് തന്നെ നട്ട് വെച്ചു. പഴയ പ്ലാന്റ്സിൽ പെട്ട കുറച്ച് പ്ലാന്റ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. അതായത് കനകാംബരം, അതായത് ഓറഞ്ചും ഉണ്ട് മഞ്ഞയും ഉണ്ട്. അതുപോലെ തന്നെ മൈലാഞ്ചി, നമ്മൾ പണ്ട് കയ്യിലൊക്കെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോഴല്ലേ മറ്റേ ഇതൊക്കെ ഉള്ളത് ട്യൂബിലൊക്കെ വരുന്നത്, ഇതിപ്പോൾ ഇതാ മൈലാഞ്ചി ധാരാളം ഇവിടെ ഉണ്ട് കേട്ടോ. അരച്ചിടാനൊക്കെ ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇതിങ്ങനെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചേച്ചി സൂക്ഷിച്ച് വളർത്തുന്നുണ്ട്. ഇത് ആ മഞ്ഞ കനകാംബരമാണ് കേട്ടോ. പണ്ട് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ കാണാനേ ഇല്ല. ഇതും പഴയകാല പ്ലാന്റ്സിൽ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് ചേഞ്ചിങ് റോസ് എന്നാണ് പറയുന്നത്, ഞങ്ങളെങ്ങനെയാണ് പറയുന്നത്. ഇത് രാവിലെ വൈറ്റ് കളറും വൈകുന്നേരം ആകുമ്പോൾ പിങ്ക് കളറിലേക്ക് മാറും. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഇത്. ഇതൊരു 35 വർഷം പഴക്കമുള്ള തെറ്റിമരമാണ് കേട്ടോ, വെള്ള തെറ്റിയാണ്. 35 വർഷത്തോളം ഇതിന് പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ വീടിന് മുന്നിൽ ഒരു ഐശ്വര്യമായിട്ട് തന്നെ ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇത് ഒത്തിരി വർഷം മുന്നേ ഇവിടെ ഉള്ള ഒരു മരമാണ് കേട്ടോ. ഇത് തെറ്റിയാണ്, വെള്ള തെറ്റിയാണ്. അതിൻ്റെ ഉള്ളിൽ മണി പ്ലാന്റ് ഇങ്ങനെ പടർന്ന് കിടക്കുവാണ്. അത് കാണാൻ ഭയങ്കര ഐശ്വര്യമാണ്. വീടിൻ്റെ മുറ്റത്താണ് ഇതുള്ളത് കേട്ടോ. ഇതിന് ഒത്തിരി വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇതാ ഹാങ്ങിങ് ബോട്ടിനകത്ത് ഇവിടെയും കുറച്ച് പ്ലാന്റ്സുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളേ. അതും ഇങ്ങനെ മരത്തിലൊക്കെ ആയിട്ടാണ് ചേച്ചി ഹാങ് ചെയ്തിരിക്കുന്നത്. ഇത് ചെമ്പരത്തിയാണ് കേട്ടോ, നല്ല വലിയ പൂക്കളാണ്, നല്ല ഭംഗിയുണ്ട്. അത് ഇങ്ങനെ ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് ചട്ടിക്കകത്താണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇത് മുല്ലയാണ് കേട്ടോ. മുല്ല പടർത്തിയിരിക്കുന്നത് മുരിങ്ങയ്ക്കകത്താണ്. അതെന്താ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, മൊട്ടും പൂക്കളും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ പേരൊന്നും അറിയില്ല, ഇതിന്റെ പേരറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കിതിന്റെ തൈയൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചി. പ്ലാന്റിൻ്റെയും പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതും കൂടി അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നീണ്ടിട്ടാണ് ഈ അറ്റത്ത്, പക്ഷേ നമ്മൾ അതിൻ്റെ തണ്ടിനോട് ചേർന്ന് വരുമ്പോൾ വേറൊരു ഷേപ്പിലാണ് അതിൻ്റെ ഇലകൾ നിൽക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ സൈഡിൽ കൂടി ഇതാ കാണുന്നില്ലേ, ചെറിയ ചെറിയ ഇലകളായിട്ടാണ്. പിന്നെ അതിങ്ങനെ നീണ്ടിട്ട് ഒരു വള്ളി പോലെ, അതാണ് ആ ചെടിയുടെ ഭംഗി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്.